പ്രിന്റഡ് കംപ്ലൈന്റ് ആയിരുന്നു. അതിനുശേഷം എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. എന്റെ ബാച്ച് അല്ല, എന്റെ ഒരു സീനിയർ ബാച്ച് ആണ് കൊടുത്തിട്ടുള്ളത്. അബ്യൂസ് മാത്രമല്ല തോന്നുന്നു, ഫിസിക്കലായിട്ട് ആള് അതാ പറഞ്ഞത്. നമുക്ക് ഒരു പ്രത്യേകിച്ച് നമുക്കൊരു കംപ്ലൈന്റ് കിട്ടിയാലേ നമുക്ക് അതിനെ കുറിച്ച് അന്വേഷിക്കാൻ പറ്റൂ. നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. നിങ്ങൾ ആരേനെ ഹൈഡ് ചെയ്യാൻ ശ്രമിക്കുകയാണോ? അല്ല, ഒരു കംപ്ലൈന്റും ഇന്നേ വരെ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് കേട്ടു. കാരണം നിങ്ങളുടെ കോളേജിലെ സ്റ്റുഡൻസ് തന്നെയാണ് വന്ന് പറഞ്ഞത് ഇന്നും ഇന്നലെയും തുടങ്ങിയ കാര്യമല്ല. അപ്പൊ ഒരു കോളേജിന്റെ ഉത്തരവാദിത്തം എന്ന് പറയുമ്പോൾ ഫീസ് മാത്രം വാങ്ങി വെച്ച് സ്റ്റുഡൻസിന്റെ സേഫ്റ്റിയും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അവിടെ പരിഗണിക്കേണ്ട ആവശ്യമില്ലേ? എടാ, മനുഷ്യനായി കാണാൻ പഠിക്കുക. ആദ്യം നാറികളെ ഒന്നും സാറേന്നൊന്നും വിളിക്കാൻ പാടില്ല. ജാതിയുടെ പേരിൽ അധിക്ഷേപം, കളറിന്റെ പേരിൽ, അച്ഛന്റെയും അമ്മയുടെയും ജോലിയുടെ പേരിൽ ആദ്യമായിട്ട് അവരുടെ ഫോട്ടോ വെളിപ്പെടുത്തിയ ബിഗ് ടിവിക്ക്, ന്യൂസ് ചാനലിന് അവർക്ക് കൊടുക്കണ ഒരു കയ്യടി. കാരണം അത്ര ചങ്കുറപ്പൊന്നും വേറെ ഒരു ന്യൂസ് ചാനലും ഇവിടെ കാണിച്ചിട്ടില്ല. ഇതൊരു സാധാ വിഷയമാക്കി മാറ്റാനാണ് കുറച്ച് ആൾക്കാർ ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കോളേജിന്റെ എന്തായാലും ഹയർ അതോറിറ്റി തന്നെ ആയിരിക്കാം. ഒരു ന്യൂസ് റിപ്പോർട്ടർ പോയി ചോദിക്കുന്നുണ്ട് പ്രൊഫസർ റാമിനെ പറ്റിയിട്ട്, മുമ്പ് എന്തെങ്കിലും കംപ്ലൈന്റ്സോ കിട്ടിയിട്ടുണ്ടോന്ന്. ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ മറുപടി. പക്ഷെ അങ്ങനെയല്ല, കുറച്ച് വൈകിയാണെങ്കിലും ആ കോളേജിലത്തെ കുറച്ച് സ്റ്റുഡൻസ് രംഗത്ത് വന്നിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങളാണ് അയാളെ പറ്റിയിട്ടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കളിയാക്കലിന്റെ പേരിലൊക്കെ ഒരാൾ സൂയിസൈഡ് ചെയ്യണമെങ്കിൽ അയാൾ എത്രമാത്രം ടോർച്ചറിങ് അവിടെ അനുഭവപ്പെട്ടിട്ടുണ്ടാവും. നമുക്ക് എന്തായാലും നിതിന്റെ ചേച്ചി പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേട്ടതിന് ശേഷം ആ കോളേജിലെ ആ ഹയർ അതോറിറ്റി ഇരിക്കുന്ന ആള് ന്യൂസ് റിപ്പോർട്ടർക്ക് കൊടുത്തൊരു ബൈക്സ് ഉണ്ട്, അത് നിങ്ങൾക്ക് എനിക്ക് എന്തായാലും കാണിച്ചു തരണം. മുഴുത്ത പട്ടി, പേപ്പട്ടി, കറുപ്പിന് വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അതുപോലെ നിനക്ക് വായിക്കാനും എഴുതാനും അറിഞ്ഞൂടേടാ, നീ എവിടെ പഠിച്ചത്? നീ ഇത് ഓരോ സ്റ്റുഡൻസിൻ്റെ കയ്യിലും ആ പേപ്പർ മാറി, അതായത് ഇവ എഴുതിയ പേപ്പർ മാറി കൊടുത്തിട്ടാണ് കിടന്ന് ക്ലാസ്സിൽ മൊത്തം ചിരിക്കാത്ത പിള്ളേർ ഇയാൾ അടിക്കും. അങ്ങനെ അയാൾ അവിടെ കിടന്ന് പിള്ളേർ ചിരിക്കണം, അതായത് ആക്ഷേപിക്കുമ്പോൾ ചിരിക്കണം. ചിരിക്കാത്ത കുട്ടികളെ ഇയാൾ അടിക്കും. ഈ മുതിർന്ന കുട്ടികളെ അയാൾ അടിക്കും. അയാൾ ചിരിക്കണം. ഇപ്പം ഇവനെന്നല്ല, ഏത് ക്ലാസ്സിലുള്ള വേറൊരു കൊച്ചുണ്ടായിരുന്നു, ഷയാന എന്ന് പറയുന്ന ആ കൊച്ചിനെതിരെയും ഇതുപോലെ സെയിം, അതായത് വേറെ എന്തോ മുസ്ലിമാണ് ആ കൊച്ച്, അതിൻ്റെ ഇതിൽ ഒരിത് വന്നായിരുന്നു. എന്റെ വീഡിയോ കാണുന്ന സ്റ്റുഡൻസിനോടും ഇതേപോലെയുള്ള സ്വന്തം കുടുംബത്തെയും നമ്മളെയും ടോർച്ചർ ചെയ്യുന്ന ലെവലിലുള്ള സംസാരമുള്ള സാറുമാരോ ആരോ ആയിക്കോട്ടെ, അതിന് തിരിച്ചു ചോദ്യം ചെയ്യാനുള്ള ധൈര്യമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അച്ഛനും അമ്മയ്ക്കൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ കയ്യും കെട്ടി നോക്കി നിൽക്കണം. അത് സാറാണ്, ഗുരുവാണെന്ന് പറഞ്ഞ് തൊഴുത് നിൽക്കണം. പറയുകയാണെങ്കിൽ ഞാനത് ചെയ്യില്ല. എന്റെ വീഡിയോ കാണുന്ന ഓരോ എന്റെ സബ്സ്ക്രൈബേഴ്സ്, എന്റെ ഫാമിലി മെമ്പേഴ്സിനോട് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഇതേപോലെ അധിക്ഷേപമോ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ സൈഡിൽ റൈറ്റ്സ് ആണെങ്കിൽ അത് തിരിച്ചു ചോദിക്കണം. തല്ലേണ്ട അടുത്ത് തല്ലണം. ഇപ്പൊ തെറി പറയുകയാണെങ്കിൽ 2 തെറി പറയണം. മിണ്ടാതിരിക്കരുത്. ഇതേപോലുള്ള നാറികൾക്കൊക്കെ വളം വെച്ച് കൊടുത്താൽ അവരങ്ങട് വളർന്നുകൊണ്ടിരിക്കും. അത് നമ്മുടെ തലയിൽ കയറിയിട്ട് തിരിച്ചു ചോദിക്കാനുള്ള ഒരു മനക്കെട്ടി ആദ്യം ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് പഠിക്കാൻ പോയാൽ മതി എന്ത് കാര്യമാണെങ്കിലും. കോളേജിന്റെ ഒരു ഹയർ അതോറിറ്റിയിൽ ഇരിക്കുന്ന ഒരാള് ന്യൂസ് ചാനലിന് കൊടുത്തൊരു ബൈറ്റാണ് നിങ്ങൾ കേൾക്കേണ്ടത്. ഞങ്ങൾ ഇവിടെ ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല, ആരും ഞങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ല, ഇതേപോലുള്ള റാഗിങ് കാര്യങ്ങളൊന്നും നടക്കുന്നത് ആരും ഞങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത്. അത് കണ്ടതിന് ശേഷം കോളേജിലുള്ള ആ സ്റ്റുഡൻസ് ഇപ്പൊ പ്രതികരിച്ച വീഡിയോ നമുക്ക് കാണാം. അതിലൊരു പ്രത്യേക അധ്യാപകന്റെ പേര് പറയുന്നത് HODയുടെ ഭാഗത്തുനിന്ന് വലിയ അധിക്ഷേപം നേരിട്ടു. അത് കുടുംബത്തിനെ അധിക്ഷേപിക്കുന്ന രീതിയിൽ ജാതി പറഞ്ഞ്, വർണ്ണം പറഞ്ഞ്, ആ രീതിയിൽ എന്തെങ്കിലും ഇടപെടൽ ഉണ്ടായതായിട്ട് വിവരം കിട്ടിയിരുന്നോ? ഇല്ല, അങ്ങനെ ഒരു കംപ്ലൈന്റ് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇപ്പം നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മളൊരു എൻക്വയറി കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ ആരോപണ വിധേയരായ ആരൊക്കെയാണോ അവരെ എന്തായാലും നമ്മളിപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ട് ഒരു അന്വേഷണം നടത്താനാണ് കോളേജിൻ്റെ സൈഡിൽ നിന്ന്. ബാക്കി ഇൻവെസ്റ്റിഗേഷൻ പോലീസിൻ്റെ സൈഡിൽ നിന്ന് വരുന്നു, അതിൻ്റെ കൂടെ സഹകരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ആരോപണ വിധേയരെ ഒരു പ്രത്യേക കാലത്തേക്ക് മാറ്റി നിർത്തുന്നതാണോ? അതെ, അവരെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മുടെ കോളേജിൻ്റെ ഒരു എൻക്വയറി കമ്മിറ്റി നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. കുടുംബം മെൻഷൻ ചെയ്ത HOD, അതിനപ്പുറത്ത് 2 അധ്യാപകരുടെ പേര്, അവരെല്ലാമാണോ മാറ്റി നിർത്തുന്നത്? അതെ, അവർ 2 പേരാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഇപ്പോൾ റിട്ടേണായിട്ട് കംപ്ലൈൻ്റ് ഒന്നും തന്നിട്ടില്ല. ഇന്നിപ്പോൾ ഇവർ പറഞ്ഞ സ്ഥിതിക്ക് അങ്ങനെ വരുമ്പോൾ നമ്മൾ അവരെ മാറ്റി നിർത്തിയിട്ട് ഒരു അന്വേഷണം നടത്തുകയാണ് കോളേജിൻ്റെ എൻക്വയറി കമ്മിറ്റി. ഇതിൽ മറ്റൊന്ന്, ഈ കുട്ടികളുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും സീനിയേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് റാഗിങ് ഉണ്ടായിരുന്നൊരു ആരോപണം കൂടിയുണ്ട്. ഇല്ല, അങ്ങനെ ഒരു ഇതും നമുക്കും അതും ഇതുവരെ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പിന്നെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് ഒത്തിരി പേരടുത്ത് ചോദിച്ചു എന്നാണ് നമ്മൾ അറിയുന്നത്. അത് പോലീസ് എൻക്വയറിയും ഉണ്ടായിരുന്നു. അങ്ങനെ ആരും ഒരു കംപ്ലൈൻറ്റോ അങ്ങനെ റാഗിങ്ങിൻ്റെ ഒരു ഇഷ്യൂവും ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നിതിനുമായി ബന്ധപ്പെട്ട് കേട്ട് നിതിൻ്റെ ഒരു ഓഡിയോ ക്ലിപ്പ് അടക്കം പ്രചരിക്കുന്നുണ്ട്. അതിൽ പറയുന്നത് നിതിൻ ക്ലാസ്സിൽ വെച്ച് നിതിനെ അധിക്ഷേപിക്കുന്ന രീതിയിൽ പർട്ടിക്കുലർ അധ്യാപകൻ പെരുമാറിയെന്നും പിന്നീട് അത് നിതിൻ ചോദ്യം ചെയ്തു, പക്ഷെ ആരും ഒരുമിച്ച് കൂടുന്നില്ല എന്നൊക്കെ പറയുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് അടക്കം പ്രചരിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ വസ്തുത എന്താണ്?
അതിനെക്കുറിച്ച് ഇപ്പോൾ അതാ പറഞ്ഞത്, നമുക്ക് ഒരു പ്രത്യേകിച്ച് നമുക്കൊരു കംപ്ലയിൻറ്റ് കിട്ടിയാലേ നമുക്ക് അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പറ്റൂ. നമുക്ക് അങ്ങനെ ഒരു സാധനം ഇതുവരെ വന്നിട്ടില്ല. ഒരു കംപ്ലയിൻറ്റോ അങ്ങനെ ഒരു സംഭവം ഇന്നിപ്പോൾ ഈ ഇൻസിഡൻറ്റ് ഇന്നലെ നടന്നതിന് ശേഷമാണ് ഇങ്ങനെ ഓരോ വാർത്തകൾ നമ്മളും കേൾക്കുന്നത്. അപ്പം നമ്മളും സ്റ്റുഡൻസിനോട് ചോദിക്കുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് റിട്ടേൺ ആയിട്ടൊരു കംപ്ലയിൻറ്റ് കിട്ടാത്തടത്തോളം നമുക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല. അത് നമുക്ക് അന്വേഷിക്കാം. ഇപ്പോൾ ഒരു കംപ്ലയിൻറ്റ് കിട്ടിയാൽ ഡെഫിനറ്റ്ലി നമ്മൾ അന്വേഷിക്കും. പറയുന്നതിൽ പരാതി കൊടുത്തു എന്ന് പറയുന്നു കുടുംബം, അതിൽ ഉറച്ചു നിൽക്കുകയാണ്. ഈ കുട്ടി പരാതി നൽകിയിരുന്നു? ഇല്ല, കോളേജ് അധികൃതർക്ക് ഒരു പരാതി നൽകിയിട്ടില്ല. ഇല്ല. പഠനവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഇതിങ്ങനെ അധിക്ഷേപം നേരിട്ടു എന്നോ അങ്ങനെ യാതൊരു തരത്തിൽ? ഇല്ല, അങ്ങനെ ഒരു കംപ്ലൈൻറ്റും കൊടുത്തിട്ടില്ല, ഇതുവരെയും കിട്ടിയിട്ടില്ല. നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. നിങ്ങൾ ആരേനെ ഹൈഡ് ചെയ്യാൻ ശ്രമിക്കുകയാണോ? അല്ല, ഒരു കംപ്ലൈന്റും ഇന്നേ വരെ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് കേട്ടു. കാരണം നിങ്ങളുടെ കോളേജിലെ സ്റ്റുഡൻസ് തന്നെയാണ് വന്ന് പറഞ്ഞത് ഇന്നും ഇന്നലെയും തുടങ്ങിയ കാര്യമല്ല. അപ്പൊ ഒരു കോളേജിന്റെ ഉത്തരവാദിത്തം എന്ന് പറയുമ്പോൾ ഫീസ് മാത്രം വാങ്ങി വെച്ച് സ്റ്റുഡൻസിന്റെ സേഫ്റ്റിയും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അവിടെ പരിഗണിക്കേണ്ട ആവശ്യമില്ലേ? ആരെയാണ് നിങ്ങൾ സേഫ് ചെയ്യാൻ നോക്കുന്നത്? പിന്നെ എന്തായാലും അവിടുത്തെ സ്റ്റുഡൻസിന്റെ കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഈ ഒരു വർഷത്തിനുള്ളിൽ പ്രിന്റഡ് കംപ്ലൈന്റ് ആയിരുന്നു. അതിനുശേഷം എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. എന്റെ ബാച്ച് അല്ല, എന്റെ ഒരു സീനിയർ ബാച്ച് ആണ് കൊടുത്തിട്ടുള്ളത്. അത് ജിതിന് പറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷെ നമ്മളുടെ അടുത്ത് വന്നിട്ട് ജാതി അധിക്ഷേപമായിട്ടല്ല, നമ്മളുടെ അടുത്ത് വന്നിട്ട് റിലീജിയൻ ചോദിക്കാറുണ്ടായിരുന്നു. ആരൊക്കെ ക്രിസ്ത്യൻ മുസ്ലിം അത് ചോദിക്കലുണ്ട്. പക്ഷെ അതിന്റെ പേരിൽ കളറിന്റെ പേരിൽ അധിക്ഷേപം ഉണ്ടായിട്ടുണ്ട്. ബ്ലാക്ക് വൈറ്റ് അത് പുള്ളി അറിഞ്ഞിട്ട് തന്നെയാണ്. മതവും ജാതിയും ചോദിച്ചിരുന്നു. അതിന്റെ പേരിൽ നമ്മളുടെ അടുത്ത് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കും. ഇപ്പൊ ഞാൻ ക്രിസ്ത്യൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് ബൈബിളിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കും. എന്നിട്ട് ഇതൊന്നും അറിയില്ലേ, പിന്നെ എന്തിനാ ബൈബിൾ വായിക്കുന്നത്, എങ്ങനെയൊക്കെയാ അങ്ങനെയുള്ള റൂട്ടാണ് ചോദിക്കുന്നത്. മതറിയാൻ വേണ്ടിയിട്ടുള്ള ചോദിച്ചതാണ്. ക്രിസ്ത്യൻ ആണോ, പിന്നെ ആള് ക്ലാസ് അല്ല എടുക്കുന്നേ. ഇതാണ് ആദ്യത്തെ 5 മിനിറ്റ് പോലില്ല, 1 മിനിറ്റ് ക്ലാസ് എങ്ങാനും വല്ലതും പറഞ്ഞാലായി. ഡെന്റൽ അനാറ്റമിയും 3rd ഇയറിന് ഓറൽ പെത്തോളജിയും. അതെ, പുള്ളി ഇങ്ങനെയാണ് സംസാരിക്കാറ് ക്ലാസ്സിൽ വന്നിട്ട്. അപ്പൊ ഈ കംപ്ലൈന്റ് ഒക്കെ ആ കോളേജിന്റെ ആർക്കാണ് പോയത്? നിങ്ങൾ എടുത്താണ്ട് മിണിങ്ങിയോ? അതാ ചോദിക്കാനുള്ളത്. ഇതൊന്നും കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് അവിടെ പറ്റില്ലെങ്കിൽ ആ കസാലയിൽ കയറി ഇരിക്കേണ്ട ആവശ്യം നേരത്തെ പറഞ്ഞ ആ ആളോടൊക്കെ പറയാനുള്ളത്. അപ്പൊ ഒരിക്കലും നിങ്ങൾക്ക് പറയാൻ പറ്റില്ല ഇന്നേ വരെ ഞങ്ങൾക്കൊരു കംപ്ലൈന്റും ആ സാറിന്റെ ഭാഗത്ത് സാറൊന്നും എന്നെ പറയാൻ ആ നാരുടെ ഭാഗത്ത് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത്. അയാളെ പറ്റിയിട്ട് ഇന്നും ഇന്നലെയും തുടങ്ങിയ കാര്യമല്ല എന്നുള്ളത് നമുക്ക് ഈ ഒറ്റ വീഡിയോ തന്നെ മനസ്സിലാവും. ഒരു കുട്ടി മാത്രമല്ല, ഒരുപാട് പേര്. ഇതിപ്പോ ജാതിയും മതവും കളറും നമുക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പേടിച്ചിട്ട് തന്നെയാണ് പറയാതിരുന്നത്. കാരണം ഇദ്ദേഹത്തിന്റെ ഫ്രണ്ട്സ് ആണ് എക്സാമിന് വരുന്നത്, അല്ലെങ്കിൽ എന്റെ ജൂനിയേഴ്സ് ആയിരിക്കും വരുന്നത്. നിങ്ങൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളെ ഫെയിൽ ആക്കാൻ പറ്റും. ആ ഒരു പേടിയിലാണ്. ഇപ്പൊ ഏത് ഇതായിക്കോട്ടെ, മേ ബി നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കോൺസിക്വൻസ് ഒന്നും എനിക്കറിയില്ല. മേ ബി ഞാൻ എന്നെ ഫെയിൽ ആക്കാമായിരിക്കാം, അല്ലെങ്കിൽ ആവില്ലായിരിക്കാം. അപ്പൊ കൂടുതൽ നമുക്ക് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞങ്ങൾ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിനെ പറ്റിയിട്ട്. കംപ്ലൈന്റ് കൊടുത്ത സ്ഥിതിക്ക് എന്ത് പറഞ്ഞാലും അതെനിക്കൊരു വിഷയമുള്ള കാര്യമല്ല. കാരണം ഓൾറെഡി കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. പരാതിയിലൊക്കെ പറയുന്നത് അദ്ദേഹം ബോഡി ഷേമിങ് ചെയ്യുന്നു, ലീൻ ഫാറ്റി അങ്ങനെ വിളിച്ച് സംസാരിക്കുന്നു. പേരൻസ് മീറ്റിങ്ങിന് വന്ന സമയത്ത് പേരൻസിനെ റൂമിൽ വെച്ചിട്ട് തന്നെ വളരെ മോശമായ രീതിയിൽ ആ കുട്ടീനെ പറ്റി പറയുന്നു. ആൻസർ ഷീറ്റ് ഒക്കെ വലിച്ചെറിയുന്നു. നീ വൈവ കംപ്ലീറ്റ് ആക്കില്ല, നീ ഇന്റേണൽ എക്സാം പാസ്സാവില്ല, ആ ഒരു രീതിയിലൊക്കെ അവർ സംസാരിച്ച് നമ്മളെ ഭയപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് വൈവ ഒക്കെ തീർത്താൽ മാത്രമേ നമുക്ക് എക്സാം എഴുതാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മളെ വൈവ പൊട്ടിക്കാം, വൈവ തരാതെ എക്സാം എഴുതിപ്പിക്കാതിരിക്കാം. അതേപോലെ തന്നെ ഇന്റേണൽ തിയറി പാസ്സായി കൂടി പ്രാക്ടിക്കൽ നമ്മളെ ഫെയിൽ ആക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം കോളേജിൽ ഉണ്ട്. അപ്പൊ പല കുട്ടികളെയും അങ്ങനെ ഫെയിൽ ആക്കിയിട്ടുണ്ട്. അപ്പൊ എക്സാം എഴുതിക്കാതിരുന്നിട്ടുണ്ട്. അപ്പൊ അത് പേടിച്ചിട്ടാണ് ഇതുവരെ ആരും ഒന്നും മിണ്ടാതിരുന്നത്. പിന്നെ റാം സാറിനെതിരെ വേണ്ടിയിട്ട് ആരും സംസാരിച്ചിട്ടില്ല, എല്ലാവരും എതിരെയാണ് സംസാരിച്ചത്. അതിനർത്ഥം തന്നെ പിന്നെ കുട്ടീനെ വിളിക്കുന്ന നേരം നമ്മൾ കേട്ടിട്ടില്ല, നമ്മൾ വേറെ ക്ലാസ്സിലാണ്. പക്ഷെ അത് സത്യമാകാം എന്ന് തോന്നാൻ കാരണം നമ്മളെയൊക്കെ അത് വിളിച്ചിട്ടുണ്ട്. അബ്യൂസ് മാത്രമല്ല തോന്നുന്നു, ഫിസിക്കലായിട്ട് ആള് തലയിൽ അടിക്കുക, ഷൂട്ട് ചെയ്യുക, ചെവിയിൽ പിടിക്കുക, ബോയ്സിനെ വിട്ട് ഗേൾസിനെ അടുപ്പിക്കുക, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ആൺകുട്ടികളെ വിട്ട് പെൺകുട്ടികളെ അടുപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു. അതായത് പുള്ളിക്കെതിരെ ഒരു കംപ്ലൈന്റ് പോയിട്ടുണ്ടായിരുന്നു. ഗേൾസ് അബ്യൂസ് ചെയ്യുന്നു, ഇതിൽ ഫിസിക്കലി ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കംപ്ലൈന്റ് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കംപ്ലൈന്റിന്റെ ശേഷമാണ് ബോയ്സിനെ വെച്ചിട്ട് ഗേൾസിനെ അടുപ്പിച്ചത്. ഇപ്പൊ ചെറുതായിട്ട് അടിക്കുമ്പോഴത്തേനും വേദനിച്ചില്ല, അത് പോരാ എന്ന് പറഞ്ഞിട്ട് ഷൂട്ടിൽ അടിക്കുക എന്നുള്ളത് അങ്ങനെ പറയുന്നു. ഈ വീഡിയോ തന്നെ നമുക്ക് മനസ്സിലാവാം. കോളേജിനോടാ പറയാനുള്ളത്, സേവ് ചെയ്യാൻ ശ്രമിക്കരുത്. അല്ലെങ്കിൽ ഇതേപോലത്തെ ഉള്ള അധ്യാപകര് കൂടിക്കൂടി വരും. നിറത്തിന്റെ പേരിൽ ഒരാളെ കളിയാക്കിയ ആളെ നമ്മൾ കണ്ടതാണ്. ആരാന്നറിയാലോ? കലാമണ്ഡലം സത്യഭാമ.
അത് നിറത്തിന്റെ പേരിൽ മാത്രമാണെങ്കിൽ ഇത് എല്ലാം കൊണ്ടും കേമന. ഇതേപോലുള്ള നാറികൾക്കൊന്നും വേറെ ഒരു കോളേജിൽ ഇനി പഠിപ്പിക്കാനുള്ള വക ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക. അത് ആർക്കൊക്കെ തീരുമാനം എടുക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും നല്ല കാര്യം. വീണ്ടും ഇനിയും ഇതേപോലുള്ള ഓരോ കുട്ടികൾക്ക് നേരെ ഹറാസ്മെന്റും കാര്യങ്ങളൊക്കെ ആയി പോവുകയാണെങ്കിൽ ഇന്നൊരു കുട്ടിയുടെ മരണം കാരണം കൊണ്ട് മാത്രമാണ് ഇത് ഈ സത്യങ്ങളെല്ലാം തെളിഞ്ഞത്. അല്ലെങ്കിൽ അയാളും അയാളുടെ കൂട്ടാളികളും ഇത് തുടർന്നുകൊണ്ടേയിരിക്കും, ആരും അറിയാൻ പോകുന്നില്ല. നമ്മളെ വിളിക്കുന്ന പേരടക്കം ബ്ലാക്കി, വൈറ്റി, കോക്രോച്ച്, ഫാറ്റ്, തിൻ, ലീൻ, ഒരു കുട്ടീനെ യു ലുക്ക് സോ തിൻ, ആർ യു ക്യാൻസർ പേഷ്യന്റ്, അതടക്കം പ്രിന്റ് ചെയ്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പരാതി നേരത്തെ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലേ ഈ കാര്യത്തിൽ? ഉണ്ട്, കൊടുത്തിട്ടുണ്ട്. ഈ കോളേജ് അധികൃതരൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അങ്ങനെ ഒരു പരാതി ഇതുവരെ ലഭിച്ചിട്ടില്ല. ഫയൽ ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കാം, പക്ഷെ കൊടുത്തിട്ടുണ്ട്. അത് ഈ ഡോക്ടർ റാമിനെതിരെ മാത്രമായിട്ട് ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. സ്റ്റാഫ് എന്തായിരുന്നു പരാതി? അതിനകത്ത് ആ പരാതിയുടെ ഫോട്ടോ കോപ്പി നമ്മൾ ഇന്ന് എടുത്തിട്ട് വന്നിട്ടുണ്ട്. അതിനകത്ത് നമ്മളെ വിളിക്കുന്ന പേരടക്കം ബ്ലാക്കി, വൈറ്റി, കോക്രോച്ച്, ഫാറ്റ്, തിൻ, ലീൻ, ഒരു കുട്ടീനെ യു ലുക്ക് സോ തിൻ, ആർ യു ക്യാൻസർ പേഷ്യന്റ്, അതടക്കം പ്രിന്റ് ചെയ്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിന് ഫയൽ ചെയ്തിട്ടുണ്ടോ നമുക്കറിയില്ല, നമ്മൾ ഇന്ന് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണമുണ്ടോ ഇവരിങ്ങനെ അധിക്ഷേപിക്കാൻ? എല്ലാവരെയും ഇങ്ങനെ അധിക്ഷേപിക്കാം? എല്ലാവരെയും അധിക്ഷേപിക്കും. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് ഈ കോളേജിൽ ആദ്യമായിട്ടായിരിക്കും ഒരു കുട്ടി നിതിൻ ആളുടെ അടുത്ത് താൻ പോടോ, താൻ തന്നെ പണി നോക്കി പോടോ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ബാക്കി എല്ലാവരും കേട്ട് നിന്നിട്ടുണ്ട്. നിതിൻ മാത്രമാണ് നിതിൻ പ്രതികരിച്ചിരുന്നു, ഉറപ്പാണ്. അവൻ മരിക്കുന്നതിന്റെ തലേ ദിവസം ഞാൻ അവന്റെ ഫ്രണ്ടിനോട് കണ്ടപ്പോൾ ചോദിച്ചു, നിതിൻ എന്ത് പറയണോ, അവൻ എന്തായി എന്നൊക്കെ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് അങ്ങനെ റാം സാറായിട്ട് എന്തോ പ്രശ്നമായി. അങ്ങനെ അവൻ പറഞ്ഞു എനിക്ക് തന്നെ ക്ലാസ് കഴിക്കേണ്ട, എനിക്ക് ട്രെയിൻ ഉണ്ട്, ഞാൻ പോകുന്നു, അങ്ങനെ എന്തോ പറഞ്ഞു. അതിന്റെ ഓഡിയോയാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിന്റെ ഓഡിയോ ആണ് പുറത്തു വന്നിട്ടുള്ളത്. ഇത്രയും റിട്ടേൺ കംപ്ലൈന്റ്സ് എല്ലാം കാര്യങ്ങളും പോയ സാറിനെ പറ്റിയിട്ടാണ് അവിടെ ഇരുന്ന് കസാലയിൽ ഇരുന്ന് ഞെളിഞ്ഞിരുന്ന അവൻ പറഞ്ഞത് ഒരു കംപ്ലൈന്റ് ഇന്നേ വരെ കിട്ടിയിട്ടില്ല എന്നുള്ളത്. അപ്പൊ അതിന്റെ കാര്യത്തിൽ എന്തായാലും ഇപ്പൊ തീരുമാനമായല്ലോ. ഇപ്പൊ ആ സ്റ്റുഡന്റ് പറഞ്ഞ വോയിസ് നമുക്കൊന്ന് കേൾക്കാം. ഇന്നലെ കൊറേ നടന്നിട്ടുണ്ട്. നമ്മള് മറ്റേ ഇതിന്ന് ഇറങ്ങിയല്ലോ, ഞാൻ സ്റ്റാഫ് റൂമിൽ നിന്ന് ഇറങ്ങിയല്ലോ. അതിനുശേഷം എൻ്റെ അടുത്താണ് യു ആർ ഇഡിയറ്റ് എന്ന് പറഞ്ഞാൽ. പിന്നെ മറ്റേ കൂട്ടത്തോട് ആക്രമിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ നമ്മുടെ സ്റ്റാഫ് റൂം, എല്ലാം ഒന്നിനൊന്നിനും വെച്ചോ സ്റ്റാഫ് റൂമിലുള്ള അവിടെ കൊണ്ടിട്ടിട്ട് എന്തൊക്കെയാ പറയാൻ നോക്കി. എൻ്റെ അടുത്ത് പറഞ്ഞ് നീ ഗേറ്റിന് പുറത്തിറങ്ങിയാൽ നിൻ്റെ കൈയും കാലും വിട്ടും, നീ കൈ ഇല്ലാണ്ട് നീ പിന്നെ ജീവിക്കേണ്ടി വരുമോ. ഞാൻ പറഞ്ഞു സാറേ അതൊന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ സംഗീത മാം എല്ലാം എന്നെ തന്നെ നോക്കിയിരിക്കണം. അപ്പോൾ അജീഷ മാം പറഞ്ഞു നിതിൻ കൂളെന്ന് പറഞ്ഞു. ഇല്ല ഇന്നലത്തോടെ അയാളുടെ വിലയെല്ലാം പോയിട്ടുണ്ട്. എന്നെ കുറേ പേര് വിളിച്ചിട്ട് നിതിനെ നീ ഇയാളാണ് കുട്ടി, കാരണം ഇത്രയും ബോയ്സിനെ എല്ലാവരെയും പച്ചയ്ക്ക് ഇൻസൾട്ട്. അല്ല സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നലെ ഒരു പേരെടുക്കാൻ ഒന്നിനു വേണ്ടിയിട്ടല്ലായിരുന്നു. ഇന്നലെ ശരിക്കും നിങ്ങളെന്നെ കണ്ടില്ലേ, ഞാൻ അയാളുടെ ക്ലാസ്സും ശ്രദ്ധിച്ച് അയാൾ പറയുന്ന കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ വെറുതെ എണീവിച്ച് നിർത്തിയിട്ട് അമ്മേനെയും കളിയാക്കി, അമ്മയുടെ സർജറിയെയും കളിയാക്കിയിട്ട് അതിന് ശേഷം പറയണ എൻ്റെ 3 മാർക്ക് കുറച്ചെന്ന് പാരൻസിന് പോയി ഇത് കൊടുക്കാൻ, എന്താ സർപ്രൈസായിട്ട് കൊടുത്തേക്കാൻ. അതുപോലെ എന്താ ഇൻസൾട്ട് ഓക്കെ ഞാൻ ക്ഷമിച്ച്, ഒരു പരിധി വരെ ക്ഷമിച്ചിരുന്നു, ഒരൊറ്റ ക്ഷമിച്ച്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ഓരോ കുട്ടികളെയും പേപ്പർ കൊടുത്ത് വായിച്ചിടന്ന് ചെയ്യിക്കുന്നു, അത് ഓരോ സ്പെല്ലിങ്ങും പറഞ്ഞ്. എനിക്കതല്ല മനസ്സിലാവാത്തത്, ഒരു കുട്ടികൾ പോലും അയാളോട് എതിർത്ത് സംസാരിച്ചിട്ടില്ല, പക്ഷെ നിതിൻ സംസാരിച്ചു. അപ്പൊ ഇങ്ങനെ ധൈര്യമുള്ള ഒരാൾ എങ്ങനെ സൂയിസൈഡ് ചെയ്യും എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ആ നാറിയും ആ കൂട്ടാളികളെയും പിടിച്ച് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സത്യങ്ങൾ പുറത്തു വരും തന്നെയാണ് എന്റെ വ്ളോഗ് കാണുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്. ഇത്രയും ധൈര്യമുള്ള ഒരു കുട്ടി എങ്ങനെ സൂയിസൈഡ് ചെയ്യും? അതിന്റെ പിന്നിൽ എന്തോ ഉണ്ട്, ഉറപ്പാ. പോലീസ് കേസ് എടുക്കണം. ഇത് വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികൾക്ക് ഇനി പ്രശ്നം വരും ഭാവിയിൽ. കാരണം ഇതേപോലത്തുള്ള അധ്യാപകര് ഇന്നും തുടരുന്നുണ്ട്. ഇത് ഇതിന്റെ മരണം കൊണ്ട് മാത്രമാണ് ഇത്രയും പബ്ലിസിറ്റി കിട്ടാനുള്ള കാരണം. ഒരു സ്റ്റുഡന്റ് നേരത്തെ പറഞ്ഞല്ലോ, വേറെ ആരും അയാളോട് അങ്ങനെ സംസാരിച്ചിട്ടില്ല. കാരണം എല്ലാവർക്കും പേടിയാണ്. അച്ഛനും അമ്മേനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരാണെങ്കിലും ചോദിക്കും. ആൺകുട്ടി മാത്രമല്ല, അത്ര നല്ല ഉറപ്പുള്ള ഒരു പെൺകുട്ടിയാണെങ്കിലും ചോദിക്കും, കേട്ടോണ്ടിരിക്കൊന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ള ധൈര്യമുള്ള ഒരാൾ തന്നെയാണ് നിതിനും എന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ ഇതിനെതിരെ എന്തായാലും നല്ലൊരു അന്വേഷണം വരണം. ഈ വീഡിയോ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായം എന്താ വെച്ചാൽ നമ്മുടെ കമന്റ് ബോക്സിൽ പറയുക. അത് ഇതിന്റെ ഫ്യൂച്ചറിലെ കേസിനായിക്കോട്ടെ എന്ത് കാര്യങ്ങൾക്കായിക്കോട്ടെ ഉപകാരപ്പെടും. വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിന്റെ സംബന്ധമായ കാര്യങ്ങൾ അറിയാമെങ്കിൽ എന്റെ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയി കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഷെയർ ചെയ്യാവുന്നതാണ്.